എൻ്റെ പേര് ഏവ്യാവൻ എന്നാണ്. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് പാസ്റ്റ് ടെൻസും ഫ്യൂച്ചർ ടെൻസുമാണ്. എന്നാൽ നമുക്ക് ആദ്യം തന്നെ പാസ്റ്റ് ടെൻസ് പഠിക്കാം. പാസ്റ്റ് ടെൻസ് എന്ന് പറഞ്ഞാൽ ഭൂതകാലത്ത് നടക്കുന്ന കാര്യങ്ങളിലെയാണ് പാസ്റ്റ് ടെൻസ് എന്ന് പറയുക. പാസ്റ്റ് ടെൻസ് എന്ന് പറഞ്ഞാൽ ഭൂതകാലത്ത് നടക്കുന്ന കാര്യങ്ങൾ എന്ന് വെച്ചാൽ കഴിഞ്ഞു പോയ കാര്യങ്ങളിലാണ് ഈ പാസ്റ്റ് ടെൻസിൽ പറയുക. അപ്പോൾ നമുക്ക് അതിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണെന്ന് വെച്ചാൽ സബ്ജക്റ്റ് പ്ലസ് പാസ്റ്റ് വെർബാണ്. നമുക്ക് അതിൻ്റെ 2 എക്സാമ്പിൾ പറയാം. എക്സാമ്പിൾ 1, ദേ വെൻഡ് ടു ദ പാർക്ക്. അതിലത്തെ എക്സാമ്പിളാണ് വെൻഡ്. അടുത്തത് ഹി വാച്ച്ഡ് എ മൂവി. അതിലത്തെയാണ് വാച്ച്ഡ്. അടുത്തതായിട്ട് നമുക്ക് ഫ്യൂച്ചർ ടെൻസ് പഠിക്കാം. ഫ്യൂച്ചർ ടെൻസ് എന്ന് പറഞ്ഞാൽ ഭാവിയിൽ നമ്മുടെ ഫ്യൂച്ചറിൽ നടക്കുന്ന കാര്യങ്ങളെയാണ് ഫ്യൂച്ചർ ടെൻസ് എന്ന് പറയും. അപ്പോൾ നമുക്ക് അതിൻ്റെ സ്ട്രക്ചർ നോക്കാം. അതിൻ്റെ സ്ട്രക്ചർ സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൻ്റെ വെർബിൻ്റെ മുൻപിൽ സബ്ജക്റ്റ് പ്ലസ് വിൽ പ്ലസ് ബേസ് വെർബ് ചേർക്കുക. അതാണ് അതിൻ്റെ സ്ട്രക്ചർ. അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ പറയാം. ഐ വിൽ പ്ലേ ഫുട്ബോൾ ടുമാറോ. ഞാൻ നാളെ ഫുട്ബോൾ കളിക്കും. അപ്പോൾ അതിൽ വിൽ പ്ലേയും ടുമാറോയാണ് അതിൻ്റെ ബേസ്. ഷീ വിൽ റീഡ് ബുക്ക് ലേറ്റർ. വിൽ റീഡും ലേറ്ററും ആണ് അതിലത്തെ ബേസ്. താങ്ക് യു.